ഹായ് ഹലോ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വിലായത്ത് ബുദ്ധ എന്ന മൂവിനെ പറ്റിയിട്ടാണ്. ഇത് ഒരു നോവലിനെ ആസ്പദമാക്കി വന്ന ഒരു മൂവിയാണ് വിലായത്ത് ബുദ്ധ. GR ഇന്ദുഗോപൻ്റെ നോവലാണ് വിലായത്ത് ബുദ്ധ. സച്ചിൻ ആണ് ഈ നോവലിനെ മൂവിയാക്കാൻ നോക്കിയത്. ഇത് സംവിധാനം ചെയ്തത് ജയൻ നമ്പ്യാറാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു അവറേജിന് താഴെ നിൽക്കുന്ന മൂവിയാണ് വിലായത്ത് ബുദ്ധ. ഇതിൽ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന് കൊടുത്ത റോള് പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമ്മി തിലകൻ, അത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഷമ്മി തിലകൻ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കൊണ്ടുപോയത് തന്നെ ഷമ്മി തിലകനാണ്, ഒന്നും പറയാനില്ല. പക്ഷേ സിനിമ തീരെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ തീരെ കൊള്ളില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ. പക്ഷേ ഈ തിലകൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ഒരു ഇതാണ് ആക്ടിങ് പറഞ്ഞാൽ തിലകൻ മുമ്പ് വന്ന് നിന്ന മാതിരിയുണ്ട്. ഷമ്മി തിലകനെ കാണുമ്പോൾ എന്തോ ഒരു ആക്ടിങ് ആണ് ഇതിൽ. പൃഥ്വിരാജിന് കൊടുത്ത റോള് പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒന്നാമത് ഇവരെ പെർഫോമൻസ് ഒന്നും വലിയ പോരാ. പിന്നെ ഫൈറ്റ് സീനെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. ഫൈറ്റ് സീന് കുഴപ്പമില്ല. പിന്നെ അതിലൊരു നടിയുണ്ട്, അയ്യോ ഇത് വെറുപ്പിക്കലല്ലോ. വെറുപ്പിക്കൽ പറഞ്ഞാൽ ഇങ്ങനെ വെറുപ്പിക്കലുണ്ടാ? ആൾക്കാരെല്ലാം എണീച്ചിട്ട് കൂന്ന് ആ നടീൻ്റെ പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ അയ്യോ. ഇങ്ങനത്തെ വെറുപ്പിക്കൽ ഒരു നടീൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയിട്ട്. നടി എന്ന് പറഞ്ഞാൽ നടി ഒരു രസം വരെ ഇല്ല. നടീനെ കാണാൻ വാങ്ങില്ല എന്നല്ല, നടീൻ്റെ പെർഫോമൻസ് തീരെ പോരാ. എന്തെന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് തന്നെ നമുക്ക് തന്നെ ഒരു ബോധമില്ലാത്ത. 3 മണിക്കൂർ പടമുണ്ട് ഇത്. ഈ 3 മണിക്കൂർ പടത്തിന് അത്രയൊന്നും ഇല്ല. അത് പടത്തിന് 3 മണിക്കൂറൊന്നും എടുക്കേണ്ട അത്രയൊന്നും ഇല്ല. അത് ഒരു 2 മണിക്കൂർ പടം ആക്കിയെങ്കിൽ പിന്നെയും കൂടിയും കുറച്ച് നന്നായിരുന്നേ ഈ പടം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെല്ലാം കൊള്ളാം. പക്ഷെ പടത്തിന് ലാഗ് ജാസ്തി, ഓവർ ഇങ്ങനെ ഭയങ്കര ഒരു രസം കിട്ടുന്നില്ല. ലാസ്റ്റ് ആകുമ്പോൾ ആൾക്കാരെല്ലാം കൂവാൻ തുടങ്ങി, പടത്തുനിന്ന് എണിച്ചിട്ട് കൂവാൻ തുടങ്ങി. പിന്നെ ഒരു ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒന്നും നോക്കാൻ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് പടത്തിന്. അത്രയും ഒരു രസം കിട്ടിയില്ല പടം. ഒരു പടം നോക്കുമ്പോൾ സ്ക്രീനിൽ തന്നെ നോക്കിയിട്ട് നിൽക്കുന്നില്ലേ, ആ ഒരു ഇതില്ല. ഈ പടം നമ്മൾ ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും. പടം കുറേ ഓവർ ഇതായിപ്പോയി. ഇപ്പോൾ ഫൈറ്റ് സീനെല്ലാം നന്നായിട്ടുണ്ട്. ഫൈറ്റ് സീനും ഇതെല്ലാം പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങും നന്നായിട്ടുണ്ട്. പൃഥ്വിരാജിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകന് നമ്മൾ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കും. അതാണ് നല്ലുണ്ട് ഷമ്മി തിലകന് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് കാണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിരിക്കുക. പക്ഷെ ഷമ്മി തിലകൻ വരുന്ന ആ സീനെല്ലാം നല്ലുണ്ട്. മറ്റേ പടം ഇങ്ങനെ കണ്ടിട്ടിരിക്കുക, ഇങ്ങനെ കാണാം, അത്രയില്ലോ. അപ്പോൾ ഓക്കെ, അടുത്ത അടുത്ത പടമായിട്ട് വരാം. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ.